ശ്രീ ലാൽകുമാർ, ഇപ്പോൾ തന്നെ അടിയന്തരമായി താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ദിശയിലേക്ക് തന്നെയാണ്. അതായത് ഒരു പൊളിറ്റിക്കലായ ആസൂത്രണത്തോടു കൂടിയുള്ള ഇടപെടൽ ഈ സർക്കാരിൽ കാണുന്നില്ല, അഭാവം. അതാണ് പിണറായി വിജയൻ സർക്കാർ ക്രൈസിസ് മാനേജ് ചെയ്തതും ഇപ്പോൾ അതിനാകാത്തതും. ഇപ്പോൾ സോളാർ വെക്കണം, അല്ലെങ്കിൽ ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ വേണം, ഇങ്ങനെ പഞ്ഞവും പാഴാങ്ങവും പറയുന്നതല്ല ഇതിലെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. അടിയന്തരമായി ഇടപെടണം. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം തന്നെ ശ്രീ MGS ചൂണ്ടിക്കാണിച്ചു. കാരണം ഇന്നലെ തന്നെ കർണാടകയിൽ 9.8 കറണ്ട് വിറ്റു. 10 രൂപയ്ക്ക് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ 9.8 നമുക്ക് വാങ്ങാവുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലും ഉപയോഗിച്ചില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ്, ഇവിടെയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. എന്തുകൊണ്ട് അതുപോലും വാങ്ങുന്നില്ല? അപ്പോൾ ഒരു ആസൂത്രണം, ഒരു പദ്ധതി പ്രതിസന്ധി പരിഹരിക്കാൻ ഇവരുടെ പക്കലില്ല. AC 27 ഇടൂ എന്ന് പറയാൻ ആർക്കുമാകും? അതിനൊരു വകുപ്പ് മന്ത്രി വേണമോ? ശ്രീ ലാൽകുമാർ, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് പല പല കാര്യങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ഇതിൻ്റെതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹൗ ടു ഗെറ്റ് ഇറ്റ് ഡൺ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിൽ ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചത്. ഏതൊരു സർക്കാരിൻ്റെയും ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പൊളിറ്റിക്കൽ വില്ലാണ് ആ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ വരേണ്ടത്. ഇപ്പോൾ ഇവിടെ രണ്ടുപേരും സംസാരിച്ചതിനെ ഞാൻ കാണുന്നത് ഇതൊരു ഷോർട്ട് ടേം കാര്യമല്ല ഇവിടെ സജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തെർമൽ പവർ പ്ലാന്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൊണ്ടുവരണം. ഇന്നെനിക്ക് കറണ്ടില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ബുദ്ധിമുട്ട്, ഇന്ന് 4 മണിക്കൂർ കറണ്ടില്ല എന്ന് പറയുന്നത് ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. നിങ്ങളൊരു ലോങ് ടേം പ്രിപ്പറേഷനെ കുറിച്ച് പറയുന്നത് അത് ഓക്കെയാണ്, അത് യു ഡു ഇറ്റ്. പക്ഷേ ഈ പറയുന്ന ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ശിരസിന് മേളിൽ വെള്ളം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനെ എടുത്തു കളയാൻ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ല. അത് പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ നോക്കൂ, വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞൊരു കാര്യം, മഴയില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. പോസിബിളി റൈറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ, നമ്മൾ 27 ഇടാൻ സജ്ജരാകണം. അതിന് നമ്മൾ തയ്യാറാന്നേ. ഇപ്പോൾ ഈ 27-നകത്ത് ഒരല്പം നമ്മൾ ബുദ്ധിമുട്ട് സഹിക്കാൻ തയ്യാറാകണം. പക്ഷെ അത് നിങ്ങളുടെ ഒരു അല്ലല്ല, ഞാൻ പറഞ്ഞത് 25 ഡിഗ്രി ഡ്രൈബിൾ ഞാൻ ഒന്നും അറിയാൻ വയ്യാതല്ല ഇരിക്കുന്നത്. 25 ഡിഗ്രി ഡ്രൈബിൾ ടെമ്പറേച്ചറിലായിരിക്കാം ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും കൺഡ്യൂസീവായിട്ടുള്ളൊരു സിറ്റുവേഷനും അത് തന്നെയാണ്. ഈ റെഫ്രിജറേഷൻ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ. പക്ഷേ അദ്ദേഹം പവർ കൺസംഷൻ കുറയ്ക്കാനായിട്ട് 27 മേ ബി 25ക്ക് താഴെ പോയി കഴിഞ്ഞാൽ പവർ കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഐഡിയൽ കണ്ടീഷൻ, സൂട്ടബിൾ കണ്ടീഷൻ പ്ലസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം 27 ഡ്രൈബിൾ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നത്. അതൊരു കൺഡ്യൂസീവ് ടെമ്പറേച്ചർ ആണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൺഡ്യൂസീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആകണമെന്നില്ല. ഇപ്പോഴത്തെ പുറത്തെ ടെമ്പറേച്ചറിൻ്റെ ലെവൽ എടുത്താൽ ഒരു നോർമൽ ഡേയിൽ ഈ പറയുന്ന 27 ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. എക്സ്ട്രീംലി ഒരു സ്കോച്ചിങ് സൺലൈറ്റിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ചിലപ്പം 27 പറ്റില്ല. അതാ പറഞ്ഞ് വളരെ താഴേക്ക് നമുക്ക് പോകേണ്ട സാഹചര്യം വരും. ദാറ്റ് ഈസ് റൈറ്റ്, എനിക്ക് അതിനകത്ത് സംശയമില്ല. ഞാൻ പറയുന്ന ഒരു കോംപ്രമൈസിനെ കുറിച്ചാണ്. നോക്കൂ, അദ്ദേഹം നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുമ്പം അദ്ദേഹം ജനങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളോടൊപ്പം ഒന്ന് സഹകരിക്കൂ, 27 ഇടൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാത്തതാണെങ്കിൽ നമുക്കത് സഹകരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ അതാ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നതിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ പൊളിറ്റിക്കൽ വില്ല് കൊണ്ട് നിങ്ങൾ അടുത്ത എന്ത് സ്റ്റെപ്പ് എടുത്തുവെന്ന് നിങ്ങൾ ഞങ്ങളോട് പറയണം. ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിങ്ങൾ അടുത്ത നടപടി ഏത് തലത്തിലാണ് എടുത്തു, അത് നിങ്ങളുടെ കുടുംബത്തെ ആളെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാനായിട്ടുള്ള തീരുമാനം ഞാൻ എടുത്തു എന്നുള്ളതല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഇവിടുത്തെ കറണ്ട് കിട്ടാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫാൻ ഉണ്ടാകാനായിട്ട്, കൊച്ചു കുട്ടികളുടെ അംഗനവാടി കിടന്ന് ഉറങ്ങുമ്പം അവർക്ക് ചൂടെടുക്കാതിരിക്കാനായിട്ട്, കറണ്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇതിന് പല പല തലങ്ങളുണ്ട്. നമ്മൾ ഓരോന്നും അതിൻ്റെ സാമൂഹിക തല, രാഷ്ട്രീയ തലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചർച്ച ഇവിടെ എങ്ങും നിൽക്കില്ല. ഞാൻ പറഞ്ഞ അതിനെന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് വലുതാണ് അതിൻ്റെ റിപ്പിൾ ഇഫക്ട്സ്. നമ്മൾ പറഞ്ഞല്ലേ, ഈ പവർ ഇല്ലാത്ത ഒരവസ്ഥയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യമാണ്. അതാ പറഞ്ഞാൽ അതിൻ്റെ സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആംഗിൾ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിന് നമ്മൾ പൊളിറ്റിക്സ് കാണാൻ പറ്റില്ല, കാണരുത് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്, അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
സഹകരിക്കണമെങ്കിൽ സഹകരിക്കാം, പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ എങ്ങനെ സഹകരിച്ചു, നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു, നിങ്ങൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടെ വിശദീകരിക്കണം. മഴ പെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു മന്ത്രി പറഞ്ഞത് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടാണ് കുഴി വരുന്നതെന്നാണ്. വേറൊരാൾ പറഞ്ഞ മഴ വരുന്നതെന്നാണ്. നമുക്ക് വേണേൽ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ എടുക്കാൻ, ഞാൻ അതിലേക്ക് ഡിബേറ്റിലേക്ക് പോകുന്നില്ല. കാര്യം ചെറിയൊരു മഴ പെയ്താലും കൊതുക് വരാം, അതുപോട്ടെ. റിക്വയർഡ് സ്കെയിലുള്ള ചിലപ്പോൾ മഴ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകത്തില്ല. പക്ഷെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലേ, സുരേഷ് കുമാർ നേരത്തെ സൂചിപ്പിച്ചല്ലേ, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെ കുറിച്ചോ ആ സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെന്റ്സിനെ കുറിച്ചോ നിങ്ങൾ ഞങ്ങളോട് പറയാതെ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയോ? ഒരു പ്രതിസന്ധി എപ്പോഴൊക്കെ കേരളത്തിൽ ഏതൊരു വിഷയത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളപ്പോഴും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിരുന്നു. ഏതൊരു ഒറ്റ ഇൻസിഡൻറ്റ് പറയാമോ അദ്ദേഹം വിശദീകരിക്കാഞ്ഞത്? ഒരു ക്രൈസിസ് മാനേജറിനോ അല്ലെങ്കിൽ എന്ത് തന്നെ നിങ്ങൾ വിളിച്ചോ, അദ്ദേഹം വിശദീകരിക്കാതെ പോയ ഒരൊറ്റ കാര്യമുണ്ടോ? ഇവിടെ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ വന്നിട്ട് മഴ പെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ വിശദീകരണമല്ല, അത് ഞങ്ങൾക്ക് കണ്ടാൽ കാണുന്ന കാര്യമാണ്. മഴ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ആകാശത്തോട്ടും ഇവിടോട്ടും വീഴുന്ന വെള്ളം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു മന്ത്രിയുടെ ആവശ്യം ഞങ്ങൾക്ക് അതിനില്ല. നിങ്ങൾ ഈ ഡെഫിസിറ്റിനെ നിങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ മതി. അതാണ് അതിന്റെ കാതലായ ചോദ്യം.